അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സോളാർ പാനലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ശരിക്ക് യൂണിറ്റ് കയറുന്നില്ല. ഒരു 13-15 ആ ഒരു ലെവലിലേ കയറുന്നുള്ളൂ. ഇതിപ്പോൾ ഫസ്റ്റ് വെച്ച ടൈമിലൊക്കെ ഒരു 18 യൂണിറ്റിൻ്റെ അടുത്ത് അന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കാരണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി നോക്കിയപ്പോൾ കണ്ട അവസ്ഥയാണ് കേട്ടോ. പാനൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, അത്രയും പൊടി പിടിച്ചിരിക്കുകയാണ്. ഈ പൊടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക? അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അതൊരു ഏകദേശം 6 മാസം കൊണ്ടാണ് ഇങ്ങനെ ആയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് ശ്രദ്ധിച്ചത്. നോക്ക്, നല്ല പൊടിയാണ്. എന്താ ഈ ഒരു കളറിലാണ് ഇരിക്കേണ്ടത്. ഇത് കാറ്റുകാലമാകുമ്പോൾ പറയണ്ടല്ലോ, അത്യാവശ്യം നല്ല പൊടി കയറും. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്താലോ. പാനൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പ്രഷർ വാഷർ ഉണ്ട്. അപ്പോൾ പ്രഷർ വാഷർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, പ്രഷർ വാഷർ ഉപയോഗിച്ച് കഴുകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോയിൻ്റിലിട്ടിട്ട് അടിക്കാതിരിക്കുക. സ്പ്രേ പോലെ അടിച്ചിട്ട് ആദ്യം അതിന് മുകളിലത്തെ പൊടി കളയുക. അതിനുശേഷം സോപ്പ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം നോർമലായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയാലും മതി. പോയിൻ്റ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാനൽ കംപ്ലൈൻ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണേ. ആദ്യം ഞാൻ കുറച്ച് സോപ്പും പൊടി കലക്കിയിട്ട് ഈ പാനലിന് മുകളിൽ ഒഴിച്ചു. അതിനുശേഷം വീട്ടിലുള്ള മോപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് മുകളിലുള്ള ആ വശങ്ങളിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ഒരു മോപ്പിൻ്റെ സഹായം വേണ്ടി വരും. റഫായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് കഴുകാതിരിക്കുക. ഇതേപോലെ തുണി വെച്ചിട്ട് തന്നെ കഴുകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ റഫായിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് കഴുകണമെങ്കിൽ പാനലിൻ്റെ കോട്ടിങ് നഷ്ടപ്പെട്ടിട്ട് പാനൽ കംപ്ലൈൻ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിലും സോളാർ പാനൽ ഉണ്ടെങ്കിൽ ഇതേപോലെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കുക. എന്നാലാണ് കറക്റ്റായിട്ടുള്ള ഒരു വൈദ്യുതി ഉൽപ്പാദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മി സിജോ സൈനിങ് ഔട്ട്.